വെള്ളം ഈ ടാങ്കിൽ നടക്കും. ഇത് ടാങ്കാണ്. എന്നിട്ട് നാടിൻ്റെ നാനാഭാഗത്തേക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം ഇവിടെ ചെയ്തിരുന്നു. മദീന സംസം എന്നാണ് ഇതിനെ വിളിക്കപ്പെട്ടത്. സംസം മദീന. സംസം കൊണ്ടുപോകുന്നത് പോലെ ഇത് കൊണ്ടുപോയത് കൊണ്ട് സംസം മദീന എന്ന പേരിലാണ്. അതിൻ്റെ അപ്പുറത്തൊരു വലിയ പള്ളി അതാണ്, 2 മിനാറുള്ള മിനാരത്തിൽ എന്നാണ് പള്ളിയാണ്. അവിടെ അവിടെ ഇടതുഭാഗത്ത് അല്ലേ 2 മിനാറുള്ള പള്ളികൾക്കൊന്നും റസൂലുള്ളാഹിന്റെ കാലത്ത് മിനാറില്ലായിരുന്നു. പിന്നീട് വലിയ വീടുകൾ ബിൽഡിങ് വന്നപ്പോഴാണ് പള്ളിയെ മിനാരം കൊണ്ട് ഉയർത്തിയത്. അപ്പോൾ അവിടെ ചത്ത് ചീഞ്ഞ ഒരു ആടിനെ കണ്ട് റസൂലുള്ളാഹി ചോദിച്ച് സഹാബത്തിനോട് ഈ ആടിന് എത്ര വില കിട്ടും? സഹാബ പറഞ്ഞു ചത്ത് ചീഞ്ഞാൽ ഒരു വിലയും കിട്ടൂല. റസൂലുള്ളാഹി ദുനിയാവിൻ്റെ ഉടമയായ അല്ലാഹു തആല ഈ ആടിൻ്റെ വില പോലും ദുനിയാവിന് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഹദീസ് അവിടെ കൊണ്ടാണ് പഠിപ്പിച്ചു കൊടുത്തത്. അതാണ് മസ്ജിദുൽ മിനാരത്തി എന്നാണ് ആ പള്ളി. അതുപോലെ മായിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് തൗഹീദ് റസൂലുള്ളാഹി എന്നെ ശുദ്ധീകരിച്ച് തരണം, റസൂലുള്ളാഹിയോട് അസ്തഗ്ഫിറുല്ലാഹ് നീ ചെല്ലാൻ പറഞ്ഞു. വീണ്ടും വന്ന് റസൂലുള്ളാഹി എന്താ പറ്റി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പോയി എന്നാ പറഞ്ഞേ. റസൂലുള്ളാഹി അതൊന്നും ഉണ്ടാവില്ല, തോന്നിയതായിരിക്കും, പല കാരണം പറഞ്ഞ് തിരിച്ചയച്ചു. 3ാമത് വന്നിട്ട് പറഞ്ഞു എൻ്റെ ദുനിയാവ് നഷ്ടപ്പെട്ടാലും വേണ്ടി ആഖിറ രക്ഷപ്പെടുത്തി തരണം. റസൂലുള്ളാഹി അന്വേഷണം നടത്തി, മായത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ കള്ളുകൂടിയോ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടോ അന്വേഷിച്ചു. അതൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ അവരെ കല്ലെടുത്തെറിഞ്ഞ് മരിക്കോളും കല്ലെടുത്തെറിയലാണ്. അത് നടപ്പിലാക്കിയ മലയാണ് ജബൽ അൻഹു എന്ന് പറഞ്ഞ ഇടതുഭാഗത്തുള്ള മല. وفيه يقول الشاعر لمن الديار غشيتها بالأنهم تبدو معارفها كلون الأرقم. وجبل أنعم يأتي على يمين الداخل إلى دوار عروة قادما من وادي العقيق. ويقال لما رجع النبي صلى الله عليه وسلم من غزوة بني المصطلق قال عبد الله بن أبي بن سلول لئن رجعنا إلى المدينة ليخرجن الأعز منها الأذل. وفضحه الله عز وجل في القرآن الكريم. والقصة مشهورة. وقف الصحابي الجليل عبد الله بن أبي بن سلول لأبيه بجوار هذا الجبل وسل سيفه وقال لأبيه والله لا تدخلها حتى تقول أنك أنت الأذل وأن الرسول صلى الله عليه وسلم هو الأعز. അവിടുന്ന് ഇറങ്ങി ഓടിയിട്ട് അവർ മരിച്ച മലയാണ് അവിടെ അതാക്കുന്ന ജബല് കെയ്മി എന്ന് പറഞ്ഞത്. നേരെ വലിയ മലകളില്ലേ, വലിയ മല അല്ലേ, അവിടുന്ന് ഏറ് തുടങ്ങിയത്. അതിൻ്റെ മുകളിൽ അതാണ് ഏറ് എറിയാൻ അന്നത്തെ കാലത്ത് അങ്ങനെ മരണം പോയിട്ട് മരിച്ചല്ലേ. ഇവിടെ കണ്ടില്ല വട്ട്, അവിടെ വെച്ചിട്ടാണ് ശരീരത്തിൻ്റെ ആദ്യ നിയമം നടപ്പിലാക്കിയ സ്ഥലമാണ്. ഇവിടെ വെച്ചിട്ടാണ് കല്ലേറ് തുടക്കട്ടത്. അന്നത്തെ ആദ്യത്തെ ശരീരത്ത് നിയമം നടപ്പിലാക്കിയ മരണപ്പെട്ടത് അവിടുന്ന്. ഇവിടുന്ന് ഏറെ അടുത്ത് തുടങ്ങിയപ്പോഴേ വേദന സഹിക്കാനായത് ഇത് വായുസാധാരണ അടുത്ത് ഇറങ്ങി ഓടി. പിന്നാലെ അവർ ഓടി. അങ്ങനെ ഓടിയിട്ട് അവരെന്താ അപ്പുറത്തെ ജബൽ മുക്കൈമിലെ ചാരത്ത് വെച്ചിട്ടാണ് മരിച്ചു വീണത്. അപ്പോൾ അവരെ ജനാസ്കരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി ഒരുങ്ങിയ സമയത്ത് റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിച്ചു, ഇത്ര വലിയ തെറ്റ് ചെയ്ത ഒരാൾക്ക് ഞങ്ങൾ ശഫാഅത്ത് ചെയ്യണം. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, മായിസ് റളിയല്ലാഹുവിനെ സ്വർഗത്തിലൂടെ നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മായിസ് റളിയല്ലാഹുവിൻ്റെ തൗബ മദീനക്കാരായ മൊത്തം ജനങ്ങൾ ചെയ്ത തെറ്റിന് പകരം വെച്ചാലും അവർ തൗബ തരുന്നു ബാക്കി വരും. ഇത്ര വലിയ തൗബായിട്ട് അല്ലാഹു തആല അത് കബൂൽ സ്വീകരിച്ചിട്ടുണ്ട്. തൗബനെ പഠിപ്പിക്കലും ആ സിന ചെയ്താലുള്ള അതിൻ്റെ ഹദ്ദൊക്കെ പഠിപ്പിക്കുക അതുകൊണ്ട് നടന്നു. റസൂലുള്ളാഹി ആദ്യം പറഞ്ഞിട്ടുണ്ട് അവർ തെറ്റ് ചെയ്തിട്ടില്ല, തോന്നിയതായിരിക്കും, സ്വപ്നത്തിലായിരിക്കും, കണ്ടത് പല കാരണം പലതും പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ്. പലതും പണ്ഡിത അഭിപ്രായത്തിൽ കൽബ് കൊണ്ടുള്ള സിന കണക്കുണ്ടല്ലോ, അങ്ങനെ ഏതെങ്കിലും പറ്റിയതായിരിക്കും എന്നാണ്. നമുക്ക് ഇനി പോകാനുള്ളത് അയ്യൽ ഉസ്മാൻ. ഉസ്മാൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി വരുന്നതിന് മുമ്പേ മദീനയിൽ ഇസ്ലാം എത്തിയൊരു കേന്ദ്രമാണ്. പിന്നെ ഞങ്ങളെ മുമ്പേ മദീനൻ്റെ പേര് യസ്രിബാണല്ലോ. ആ യസ്രിബിലുണ്ടായിരുന്ന ഭരണാധികാരികളാണ് ഔസ് ഖസറജ്. 2 സഹോദര ഗോത്രമാണ്, പക്ഷെ തമ്മിലടിയാണ്. എപ്പോഴും തമ്മിൽ യുദ്ധം നടന്ന് ഒരുപാട് ആൾ മരിക്കും. ഇവരിങ്ങനെ തമ്മിലടിക്കുമ്പോൾ യഹൂദികൾ പറയും ഇങ്ങനെ അടി കുടിക്കോളി, അവസാന പ്രവാചകൻ വരാനായിട്ടുണ്ട്, ആ പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങളായിരിക്കും ആ പ്രവാചകനിലെ ബയ്യത്ത് ചെയ്യുക, പിന്നെ ഞങ്ങൾക്കായിരിക്കും മദീനൻ്റെ ഭരണം കിട്ടുക എന്നൊക്കെ പറഞ്ഞ് ഇവരെ പേടിപ്പിക്കും. അങ്ങനെ ഇതിനൊരു പരിഹാരമാണല്ലോ തമ്മിലടിക്ക്. അതിന് കാരണം കണ്ടെത്തിയത് ഇവർക്കൊരു നേതാവില്ലാത്തതാണ് ഇവരുടെ പ്രശ്നം. അപ്പോൾ ഒരു നേതാവിനെ വേണം അവർക്ക്, 2 കൂട്ടർക്ക് കൂടി പറ്റുക. അപ്പോൾ അതിന് തേടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹജ്ജിൻ്റെ സമയമായി. മക്കയിലേക്ക് ഇവർ ഹജ്ജിന് പോയത്.
അന്നത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ഹജ്ജുണ്ടല്ലോ. അപ്പോൾ ഹജ്ജിന് വേണ്ടി ഇവിടുന്ന് ആ അസ്വദും സുറാറയും 5 അംഗ സംഘം മക്കയിൽ പോയിരുന്നു. മക്കത്താണെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് ഇസ്ലാമിൻ്റെ പ്രബോധനം പുറം രാജ്യത്ത് ചെന്നതുപോലെ ഹജ്ജിന് വരുന്ന ആളുകളിലേക്ക് കഴിഞ്ഞു അവരുടെ ടെൻറ്റുകളിൽ ചെന്നിട്ട് മിനയിലൊക്കെ ചെന്നിട്ട് എന്ത് ചെയ്യും, റസൂലുള്ളാഹി പോയിട്ട് ആ ആളുകൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തും. ആ കൂട്ടത്തിൽ മദീനയിൽ നിന്ന് ചെന്ന ഈ 5 അംഗ സംഘത്തിൻ്റെ അടുത്ത് റസൂലുള്ളാഹിൻ്റെ സന്ദേശം. അപ്പോൾ ഇവരെ ഇവിടുന്ന് എപ്പോഴും പറയലുണ്ടല്ലോ, ഈ യഹൂദികൾ പറഞ്ഞ എല്ലാ തെളിവും റസൂലുള്ളാഹിൽ സംഗമിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു, വേഗം ഒന്നും നോക്കാതെ പയ്യത്ത് ചെയ്തു, അവർക്ക് ഭരണം കിട്ടുമല്ലോ. അങ്ങനെ ആ ഒരു വർഷം ഇവിടെ വന്ന് രഹസ്യമായി കഴിഞ്ഞു പോയി. അടുത്ത വർഷം ഇവർ ഈ 12 ആളുകളുണ്ട് മക്കത്തേക്ക് വായിച്ചത്. ഈ 12 ആളുകൾ പോയി അക്കുബ എന്ന് പറഞ്ഞ സ്ഥലത്ത് റസൂലുള്ളാഹിനെ സംഗമിച്ചു. ഒന്നാം അക്കുബയെ പങ്കെടുത്ത് بك نصر بدر والملائك نزلت الله أكبر جلجلت بسماك أحد نحبك طال فيك نبينا اثبت أحد فثبت دون حراك يا كل من ആളുകളും മുസ്ലിമായി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഞങ്ങൾ യസ്രിബുകാർക്ക് ദീൻ പഠിക്കാൻ ഒരാൾ വേണം. അങ്ങനെയാണ് മിസ്സബിൻ ഉമൈർ റളിയല്ലാഹുവിനെ മദീനയിലേക്ക് അയച്ചത്. മിസ്സബിൻ ഉമൈർ റളിയല്ലാഹുവിന് മദീനയിലേക്ക് മുസൽമാൻ അറിയാലോ, പൊതു ചെയ്തായ മോശമായുള്ള വലിയ കോടീശ്വരനായിരുന്നു. ആർഭാടം ജീവിച്ച ആളാണ്. അവർ എന്നിട്ട് ഇസ്ലാമിൽ വന്നതോടെ വീട്ടുകാർ സമ്പത്ത് തടഞ്ഞു. ഞങ്ങൾക്ക് സമ്പത്ത് വേണമെങ്കിൽ ഇസ്ലാം ഉപേക്ഷിക്കണം. അപ്പോൾ എനിക്ക് നിങ്ങൾ ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു സമ്പത്തും വേണ്ട പറഞ്ഞ് എല്ലാം തിരിച്ചു കൊടുത്ത മഹാനാണ് മിസ്സബിൻ ഉമൈർ. അവരാണ് മദീനയിലേക്ക് റസൂലുള്ളാഹി അയച്ചത്. അങ്ങനെ അവർ മദീനയിൽ വന്ന് എല്ലാ അസ്വദ് ബിൻ സുറാറ റളിയല്ലാഹു വീട്ടിൽ നിന്നുകൊണ്ട് എല്ലാ കവലകളിലും ആളുകൾക്ക് ഉണർത്തും തോട്ടത്തിലൊക്കെ പ്രബോധനം ചെയ്തു. ആളുകൾ ആ കൂട്ടത്തെ വയലു പറഞ്ഞാൽ എന്നാൽ തന്നെ കലിമ ചൊല്ലി മുസ്ലിം ആവുമായിരുന്നു എന്നാണ്. അത്ര വലിയ വയലനായിരുന്നു ആര് മിസ്സബിൻ ഉമൈർ. അങ്ങനെ അവരെ പ്രബോധനത്തിൻ്റെ ഫലമായി പിറ്റേത്തെ വർഷം 75ഓളം ആളുകൾ ഹജ്ജിന് പോകാൻ ആ അക്കുബ ഉടമ്പടിക്ക് രണ്ടാം അക്കുബയിലേക്ക് 75ഓളം ആളുകളുണ്ട്. അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഔസും ഖസറജുണ്ട്. അതായത് ഇവരത്തുള്ള പ്രശ്നം അതുകൊണ്ട് പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞു മിസ്സബിൻ ഉമൈർ. അങ്ങനെ ഈ സംഘം മക്കത്ത് ചെന്ന് നോക്കുമ്പോൾ മക്കത്ത് നിമിതങ്ങൾ കൊടിയ പീഡനങ്ങളും പ്രശ്നങ്ങളാണ്. മക്കത്ത് റസൂലുള്ളാഹിന്റെ ഈ പ്രശ്നം കണ്ടപ്പോൾ ഇവരിന്ന് ചെന്ന ആളുകൾ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് എന്താണ് ഒരു നേതാവില്ലാത്തതാണ് ഞങ്ങൾ പ്രശ്നം. അത് പരിഹരിക്കപ്പെടുമെങ്കിൽ ഞങ്ങൾ ഭാര്യ മക്കളെ നോക്കുന്നത് പോലെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് റസൂലുള്ളാഹി സംഘത്തിനും സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി ഹിജ്റ വരാനുള്ള അനുമതി സഹാബത്തിന് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറേ സംഘമായിട്ട് മക്കത്തുനിന്ന് മദീനയിലേക്ക് റസൂലുള്ളാഹി അയച്ചു. അതിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു സംഘമായിട്ട് പോന്നിട്ടുണ്ട്, ഉസ്മാൻ അങ്ങനെ അവരൊക്കെ പോകുന്നത്. പക്ഷെ ഇവർക്കൊന്നും എവിടേക്കാ വരണ്ടേന്നുള്ളൊരു ഇതില്ലല്ലോ. മദീനയിലേക്ക് വന്നു. അപ്പോൾ അവർ തമ്പടിച്ചിരുന്ന ഒരു തോട്ടം ഉള്ള ഏരിയ ആണ് ഈ അയ്യൽ ഉസ്ബ എന്ന് പറഞ്ഞ ഇവിടെ ഈ ഉസ്ബയിൽ വന്നിട്ട് റസൂലുള്ളാഹിനെ കാത്തു നിന്നത് ഏരിയ കാത്തു നിന്നതാണ് അവർ. റസൂലുള്ളാഹി വന്നിട്ട് വേണം ഇവർക്ക് ഏട്ടാ പോകേണ്ടത് തീരുമാനിക്കാൻ. അങ്ങനെ അവർ ആദ്യം വന്ന് ഇവർ കാത്തുനിന്നു. അങ്ങനെ റസൂലുള്ളാഹി ഈ ഇവരിങ്ങനെ ഓരോരുത്തർക്ക് ഒഴിഞ്ഞു പോയപ്പോഴാണല്ലോ മക്കത്ത് റസൂലുള്ളാഹിന്റെ വീട് വളഞ്ഞതും ആ ഹിജ്റ വരുന്നതും. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി സമയങ്ങളിൽ യാത്രയും പകലെവിടെയെങ്കിലും ഒളിച്ചിരിക്കും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് സുബിയോട് ചേർന്നിട്ടാണ് എത്തുന്നത്. ആ വന്ന വഴിയാണ് നമ്മൾ ഈ സഞ്ചരിക്കുന്ന റോഡ്. റസൂലുള്ളാഹി വഴി വന്നത്. അപ്പോൾ റസൂലുള്ളാഹി അങ്ങനെ ഈ കയറ്റം കയറി വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് സുബീൻ്റെ സമയം. റസൂലുള്ളാഹി ആദ്യമായിട്ട് നിസ്കരിച്ചൊരു പള്ളിയാണ് ഈ മസ്ജിദുൽ മിസ്ബ എന്ന് പറയും. സുബി നിസ്കരിച്ച പള്ളി നേരമ്പലത്തെ ആ ചെറിയൊരു പള്ളി മിസ്ബ എന്ന് പറഞ്ഞാൽ ഈ വെട്ടുവെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി മദീനയിൽ നിസ്കരിച്ച സ്ഥലം. ആ സ്ഥലത്ത് പിന്നീട് പള്ളി ഉണ്ടാക്കിയതാണ് മസ്ജിദുൽ മിസ്ബ. അപ്പോൾ ഇത് ബനി ഹുനൈഫക്കാരെ ഗോത്രക്കാരായിരുന്നു ഇവിടെ ഉണ്ടായി. ബനി ഹുനൈഫ ഗോത്രക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ബനി ഹുനൈഫയിലെ
പിന്നെ ഒരു പ്രായം ചെന്ന ഒരാളാണ് തലഹത്തിന് റളിയല്ലാഹു അൻഹു. തലഹത്തിന് റളിയല്ലാഹു അൻഹു ഇവരെ അസുഖമായപ്പോൾ റസൂൽ അവരെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. ആ സമയത്ത് ഈ റസൂൽ ഈ പള്ളി നിസ്കരിച്ചിട്ടുണ്ട്. അതായത് റസൂൽ നിസ്കരിച്ചിട്ട് ഇവർ പള്ളിയാക്കി. ആ പള്ളിയിൽ പിന്നെ തലഹത്തിന് റളിയല്ലാഹു അൻഹു കാണാൻ വന്നപ്പോൾ റസൂൽ എന്ത് ചെയ്തു? വീണ്ടും നിസ്കരിച്ചിട്ടുണ്ട്. ആ പള്ളി ഉള്ളിലുണ്ട്, ഇത് പുറത്ത് വേറെ ഉണ്ടാക്കിയതാണ്. ഉള്ളിൽ ആ പഴയ പള്ളി അവിടെ ഉണ്ട്. ആ സുഗന്ധം അവിടെ ചിലപ്പോൾ കിട്ടുന്നുണ്ട്. അടുത്ത കല്ലിന് മുമ്പിൽ ആ മിഹ്റാബിൻ്റെ അടുത്ത് ആ സുഗന്ധം ഇപ്പോഴും ചില ആളുകൾ നമ്മളിപ്പോൾ പോയില്ലേ, അടുത്തതായി വേണ്ട സുഗന്ധം അവിടെയുണ്ട്. ആ പഴയ കെട്ടാടത്ത് തന്നെ ഉണ്ട്. തലഹത്തിന് റളിയല്ലാഹു അസുഖമായ റസൂല കണ്ട് തിരിച്ചു പോകുമ്പോൾ പള്ളിയിൽ വെച്ച് റസൂല പറഞ്ഞ് അവർ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്ര, അതായത് വഫാത്തിനോട് അടുത്തിട്ടുണ്ട്. തിരിച്ച് റസൂല മദീനത്ത് എത്തുമ്പോഴത്തേനും അവരെന്ത് ചെയ്തു? വഫാത്തായി. അപ്പോൾ ഇവർക്ക് ഒന്നുകൂടി ഉറപ്പായി ഇത് നബിയാണ്, വരാൻ പോണ കാര്യം പറയുന്നവനാണല്ലോ നബി. അതുപോലെ അലി റളിയല്ലാഹു അൻഹു സ്വന്തമായിട്ട് പിന്നെ നടന്നു വന്നാണ് മക്കത്ത് നിന്ന് വെല്ലുവിളിച്ച്. ആ അലി റളിയല്ലാഹു അൻഹു കാത്തിന് റസൂല സ്വീകരിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് റസൂലുള്ളാഹി സംഘം നിസ്കരിച്ചിറങ്ങി കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് യഹൂദി കണ്ടതും റസൂലുള്ളാഹിനെ വിളിച്ച് അവർ താലൽ ബദർ പാടിയതും അവിടെ നിന്ന് റസൂലുള്ളാഹിനെ കണ്ടെത്തിയതും. ആ വഴിയാണ് രണ്ടാമുണ്ടാക്കുന്നത്. ഈ ഈത്തപ്പനതാ പുതിയ ഈത്തപ്പന നടില്ലേ, ആ വഴി രണ്ടാമതും ഉണ്ടാക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള. അപ്പോൾ ഉഹുദ് വരെ കുബ വരെ റോഡുണ്ടല്ലോ മദീനത്ത് നിന്ന്, ഇനി ഇവിടെ വരെ പണിയാവും. അപ്പോൾ ഇവിടെ മുതലേ അവിടെ വരെയുള്ള യാത്രക്കായി. അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഇതിൽ ആരാ നബി ആരാ സിദ്ദീഖ് ഇവർക്ക് അറിയില്ല, ഇവർ ആദ്യമായിട്ട് കാണല്ലേ മദീനക്കാർ. അപ്പോൾ റസൂല സിദ്ദീഖ് ഒരു ഷാൾ എടുത്ത് റസൂലാക്ക് എന്താക്കി തട്ടാക്കിയിട്ട്, അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് നബിയാണ്. അപ്പോൾ വയ്യത്ത് ചെയ്തു. വയ്യത്ത് ചെയ്തപ്പോൾ റസൂലാക്ക് സിദ്ദീഖിനെ വെള്ളത്തിൻ്റെ കാഴ്ചപ്പോൾ നേരെ മുമ്പുള്ള തോട്ടത്തിലൊരു കിണറുണ്ട്, വേറെ ഇത്തക്കിലെ വെള്ളം റസൂലെടുത്ത് കുടിച്ചപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ്. അപ്പോൾ റസൂൽ അന്ന് തുപ്പി, അതോടെ ആ വെള്ളം നല്ല വെള്ളമായി. അതുള്ളത് ആ തോട്ടത്തിലാണ്. ഇത് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടുള്ള ആ തോട്ടത്തിലൊക്കെ പണി നടക്കുകയാണ്. അപ്പോൾ അതിലെങ്ങനെ കയറണമെങ്കിൽ എത്ര 30 റിയാലൊക്കെ കൊടുത്താൽ കയറാം. പക്ഷെ ആ തോട്ടത്തിലേക്കൊന്നും എത്താനായില്ല. അവിടെ ചെറിയൊരു ഇതുണ്ടല്ലോ കുബയിൽ, അതിന് ഇവിടെ ഇതുവരെ വരുന്ന അതിന് 30 റിയാൽ ഒരാൾക്ക് ചെലവും വരും. നമ്മുടെ കുബാപ്പള്ളിന്റെ അടുത്താണ് ഇപ്പൊ. ആ പള്ളി കണ്ടുവരി വേഗം. വേണ്ട, പള്ളിക്ക് ഇനി പോണ്ട. ഇത് കാണാം. അതിന് പള്ളി പോണ്ട, വെള്ളം കിട്ടുമോ? തോട്ടത്തിലുള്ള വെള്ളം ലസക്കാവിനോട് ആൾക്കാരായിട്ട് പോയിട്ടേ ഇത് ഉയർന്നു പോരാൻ പറയല്ലേ വരാൻ പറഞ്ഞിട്ട് പിതാവിൻ്റെ അതൊന്ന് കാണിച്ചു കൊടുക്കാൻ പറയാമല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ഈ സമയത്ത്